ഞാൻ മങ്കടന്നാ വരുന്നത്. മങ്കട മുസ്ലിം ലീഗിലെ ഒരു കൗൺസിലറാണ്. ഞാൻ പഞ്ചായത്ത് കമ്മിറ്റിയിലെ കളത്തിങ്ങൽ അബ്ദുല്ലാജി എന്നാണ് എൻ്റെ പേര്. ഞാൻ ആദ്യമായി ഒരു മുസ്ലിം ലീഗ് യോഗം കണ്ടത് കൊരമ്പാസുപത്രി ഇപ്പം നിലനിൽക്കണം മഞ്ചേരിയിലെ അത്തിമണ്ണിക്കാര പള്ളിയിൽ. അവിടെ കായികമില്ലത്ത് ഇസ്മായിൽ സാഹിബിൻ്റെ പ്രസംഗം, ഇംഗ്ലീഷിലുള്ള പ്രസംഗം ഞാൻ കേട്ടത്. അന്ന് അബ്ദുസ്സലാം മൗലവി, NV അബ്ദുസ്സലാം മൗലവി തെർജിമൈദീന്ന്, പിന്നെ മുഹമ്മദ് റസാഖാൻ സാഹിബ് ഹൈദരാബാദിൽ നിന്ന് വന്ന് അദ്ദേഹത്തിൻ്റെ പ്രസംഗം പരിഭാഷപ്പെടുത്തിയത് പിന്നെ STM ഹനീഫ സാഹിബ് പാലക്കാടായിരുന്നു. അതൊക്കെ എനിക്ക് നല്ല ഓർമ്മ ഉണ്ട്. അന്ന് ഞാൻ 11ാമത്തെ വയസ്സായ കുട്ടിയാണ്. ഞാൻ ആദ്യമായി കടന്നമണ്ണ മൊയ്നുൽ ഇസ്ലാം സംഘത്തിൻ്റെ കീഴിലുള്ള ഇയാവുദ്ദീൻ മദ്രസയിൽ പഠിക്കുമ്പോൾ 10 വയസ്സ് കഴിഞ്ഞ് 11ാം വയസ്സ് തന്നെ അന്ന് സീതി സാഹിബിൻ്റെ അധ്യക്ഷതയിലുള്ള ഒരു യോഗത്തിൽ എഴുതി തന്ന പ്രസംഗം ആദ്യമായി ഞാൻ പ്രസംഗിച്ച് മൈക്കിൽ പ്രസംഗിച്ച് സീതി സാഹിബിൻ്റെ അധ്യക്ഷതയിലുള്ള യോഗത്തിലാണ്. ഇതൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്. നിങ്ങളെ കാണാനും ഇന്നും ആ കൊടി പിടിച്ച് ഈ സമുദായത്തിൻ്റെ വേദനയും യാതനയും ഒരുമയും സംരക്ഷിച്ചു പോരുന്ന നിങ്ങളെ എത്ര അഭിനന്ദിച്ചാലും ഏറൂല. അതിൻ്റെ ആ കൊടി ഖിയാമത്ത് വരെ നിലനിർത്തണമേ റബ്ബേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തണം. ആദ്യമായി ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് രാജാജി ഹാളിൽ വെച്ച് മദ്രാസിയിൽ രൂപീകരിച്ചതിൻ്റെ ശേഷം ആദ്യമായി മലബാറിൽ വന്നിട്ട് ആ ആദ്യത്തെ യോഗം നടന്ന സ്ഥലമാണിത്. അത് 70 കൊല്ലം തികയാണ് ഇന്നൊക്കെ. ആ 70ാം വാർഷികത്തിലെ കാലുകുത്താൻ ആഗ്രഹിച്ചുകൊണ്ട് വന്നത് തന്നെയാണ് ഞാൻ. അപ്പോൾ ഞാൻ അതിൻ്റെ ആവേശമുള്ള ആൾ തന്നെ, അതിൻ്റെ ആഗ്രഹമുള്ള ആൾ തന്നെ. അതില്ലായിരുന്നുവെങ്കിൽ മറ്റ് സംസ്ഥാനങ്ങളെപ്പോലെ തന്നെ മുസ്ലിങ്ങൾ കേരളത്തിൽ നാഥനില്ലാത്തൊരു മക്കളെപ്പോലെയാവും. അതിനെ സംരക്ഷിച്ചു പോകുന്നത് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് മാത്രമാണ്.